ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരക്കടില്ല, ഒരു 5-6 അപ്ഡേറ്റ് അത്രേ ഉള്ളൂ. ആദ്യത്തേത് നോബഡി ഡസ് ഇറ്റ് ബെറ്റർ. രണ്ടാം ഷെഡ്യൂൾ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പോസ്റ്ററും പൃഥ്വിരാജ് ചേട്ടൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. എഡിറ്റിംഗ് കുറച്ച് നന്നാക്കുമായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ പോർട്രേറ്റിൽ എടുത്തിട്ടേ ബ്ലറാക്കിയിട്ട് കുഴപ്പമില്ല. നെക്സ്റ്റ്, കണ്ണപ്പ. ലാലേട്ടൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന കണ്ണപ്പ എന്ന് പറഞ്ഞ ചിത്രം. അതും ലാലേട്ടൻ മാത്രമല്ല, പ്രഭാസും അക്ഷയ് കുമാർ എല്ലാവരും ഇതിൽ ഒരു വലിയ അബദ്ധം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആ സിനിമ ഏകദേശം 3 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് റോളിംഗ് ടൈറ്റിൽസ് എന്നാണ് പറഞ്ഞത്. റോളിംഗ് ടൈറ്റിൽസ് അവസാനത്തെ ടൈറ്റിൽ അടക്കം 3 മണിക്കൂറും 10 മിനിറ്റും. അത്ര ലോങ് വെറുപ്പിക്കലായിരിക്കും മിക്കവാറും. പ്രഭാസ് വിൽ ബി സീൻ ഓൺ സ്ക്രീൻ ഫോർ 30 മിനിറ്റ്സ്. 30 മിനിറ്റ് നേരം പ്രഭാസ് അന്ന് വെറുപ്പിക്കും. അത് കഴിഞ്ഞാൽ മോഹൻലാൽ വിൽ ഹാവ് എ സ്ക്രീൻ പ്രസൻസ് ഓഫ് 15 മിനിറ്റ്സ്. 15 മിനിറ്റ് നേരം ലാലേട്ടനെ വെറുപ്പിക്കും. അങ്ങനെ ലാലേട്ടൻ തുടരിലും എടുത്തു വെച്ച ആ ഒരു സംഭവം ഒരു പരിധി വരെ മൂപ്പര് അടിച്ച് തല്ലി തകർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹൃദയപൂർവ്വത്തിൽ ഞങ്ങൾ വീണ്ടെടുക്കും, അത് വേറൊരു കാര്യം. ഇനി അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തുടരിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം. കാരണം അങ്ങനെയൊന്നും അടിച്ചിടാൻ തുടരിനെ കഴിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. 5th വീക്ക്, 5ാമത്തെ ആഴ്ചയാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25-നല്ലേ ഇറങ്ങിയത് ആണെന്നാണ് എന്റെ വിശ്വാസം. മാസം 1 കഴിഞ്ഞിട്ടും ഓട്ടം തുടർന്ന് ലാലേട്ടൻ സിനിമ 30-ാം ദിനമായ ഇന്നലെയും തുടരും സിനിമയ്ക്ക് ബംഗളൂരുവിൽ ഹൗസ്ഫുൾ ഷോകൾ എന്നാണ് പറഞ്ഞത്. ഇതിനോടകം നിരവധി സിനിമകൾ തിയേറ്ററുകളിൽ വന്നു പോയിട്ടും സ്വീകാര്യത ഒട്ടും കുറയാതെ തുടരും സിനിമ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലാലങ്കൾ, ഓൺലി വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ. അപ്പോ അതുകൊണ്ട് അതിനെ തൊടാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ സാധനം തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു കണ്ണപ്പം വന്നിട്ടും കാര്യമില്ല, അതിനെ തൊടാൻ കഴിയില്ല. നെക്സ്റ്റ്, റെട്രോ. മിക്സഡ് റിവ്യൂസ് ആണ് കേൾക്കുന്നത്. 235 കോടി കളക്ഷൻ നേടിയ സമയത്ത് നമ്മൾ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. 250 കോടി കഴിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും OTT-യിൽ നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. May 13th, ഈ മാസം 30-ാം തീയതി സ്ട്രീമിംഗ് തുടങ്ങും. അടുത്ത് അർജുൻ സിസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അല്ലു അർജുന്റെ ചിത്രമായിട്ടുള്ള അല്ലു അർജുൻ AA36 22 എന്തായാലും ആ ചിത്രത്തിൽ 4 നായികമാരെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കുറേ നായികമാര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ നസ്രിയ നസീം വരും എന്നാണ് പറയുന്നത്. സിസ്റ്റർ ഇൻ അറ്റ്ലീസ്, അതായത് അർജുൻ സിസ്റ്റർ നസ്രിയ നസീം is likely to play അല്ലു അർജുൻ സിസ്റ്റർ in അറ്റ്ലീസ് upcoming movie. Her role is said to be emotional and important in the story. സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് ആണ്. അല്ലു അർജുന്റെ കൂടെയൊക്കെ വരുന്ന പറയുമ്പോൾ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അനിയത്തിയായിട്ടൊക്കെ വരുന്ന പല കഥാപാത്രങ്ങളും, ഈവൻ ബാംഗ്ലൂർ ഡേയ്സിലാണെങ്കിൽ പോലും നല്ല സൂപ്പർ കഥാപാത്രം. നെസ്രി ആ ക്യാരക്ടറിൽ വേറെ ലെവലായിരിക്കും. സോ ഇതും അങ്ങനെ ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം. അടുത്തത് OG, ദ റിയൽ OG. ആ സിനിമ അറിയാലോ, എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ മുമ്പ് അതിന്റെ അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വരികയും ഗ്ലിംസും കാര്യങ്ങളൊക്കെ വരികയും ഭയങ്കരമായിട്ടുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പവൻ കല്യാണാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അപ്പൊ ആ ചിത്രം സെപ്റ്റംബർ 25, 2025, ഈ വരുന്ന സെപ്റ്റംബർ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 4 മാസം. കാരണം 25-ാം തീയതിയാണ്, അത്യാവശ്യം ടൈം ഉണ്ട്. ഇപ്പോ they call him OG എന്നാണ് പറഞ്ഞത്. ഫയറിംഗ് വേൾഡ് വൈഡ് 25th September 25. കൊള്ളാം, ഐ എം വെയിറ്റിംഗ്. ജയിലർ 2-ല് ഭയങ്കര വലിയ കാസ്റ്റ് ആണ്. സത്യം പറഞ്ഞ നെൽസനും നെസ്ലിനും മാറിപ്പോരുതല്ലോ. നെൽസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഓഫ്കോഴ്സ് അതിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അനിരുദ്ധാണ് മ്യൂസിക് എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ കൂട്ടത്തിൽ വീണ്ടും വർമ്മൻ തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രോങ് റൂമറാണ്, വെറുതെ പറയുന്നതല്ല, അത്ര സ്ട്രോങ് റൂമറാണ്. ഏകദേശം ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. ലാലേട്ടന്റെ ക്യാമിയോ റോള് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കുറച്ചുകൂടെ എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതല്ല, സുരാജ് വെഞ്ഞാറമൂട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലല്ലോ, നസീർക്കല്ലേ, അതെ, പുള്ളിക്കാരൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മിമിക്രി നസീർക്ക, പുള്ളിക്കാരൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ഫൈനലി വന്നിട്ടുള്ളത് സന്താനം ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. സന്താനം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം ഒരു വെറൈറ്റി റോൾ ആണെന്ന് പറയുന്നുണ്ട്. അത് സസ്പെൻസ് ആണ്, പുറത്തവർ വിട്ടിട്ടില്ല. നെക്സ്റ്റ്, ലാലേട്ടൻ്റെതായിട്ട് ഇനി വരാനിരിക്കുന്ന കണ്ണപ്പ എന്ന് പറഞ്ഞ ചിത്രം. ഒരുപക്ഷെ ലാലേട്ടന്റെ പ്രധാന കഥാപാത്രമുള്ള, എന്നാൽ ലാലേട്ടൻ
ഒരു പൈസ പോലും മേടിക്കാതെ അഭിനയിച്ചിട്ടുള്ള അരമണിക്കൂർ നേരം ഉണ്ടാവുന്ന ആദ്യം പറയുകയും എന്നാൽ അരമണിക്കൂർ നേരമുള്ള ക്യാമിയോ ചെയ്യുന്നത് പ്രഭാസ് ആണെന്നും 15 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള കഥാപാത്രമാണ് ലാലേട്ടൻ ചെയ്യുന്നതെന്നും എന്നാൽ അതിന് പ്രാധാന്യം ഉണ്ടെന്നും അവർ പറയുന്ന കണ്ണപ്പ. ഇങ്ങനെയൊക്കെയാണെങ്കിലും കണ്ണപ്പയുടെ പ്രധാനപ്പെട്ട കുറെ സീനുകളൊക്കെ ഉള്ള ഹാർഡ് ഡ്രൈവ് കാണാനില്ല. എങ്ങനെ ഇരിക്കണു എന്താലേ. കണ്ണപ്പയുടെ പ്രധാന സീനുകൾ അടങ്ങിയ ഹാർഡ് ഡ്രൈവ് കാണാതായി, പരാതിയുമായി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു ഐഡിയ അല്ലേ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഈ സിനിമയുടെ അപ്ഡേറ്റ് വന്നത് മുതൽ, ഇതിലെ ഗ്ലിംസുകൾ, ഇതിന്റെ ടീസർ ട്രെയിലർ ഒക്കെ വന്നത് മുതൽ പല ഭാഷയിൽ 4-5 ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. ഒരു ഭാഷയിൽ ഇത് വെച്ച് പിടിച്ചിട്ടില്ല. എല്ലാവരും വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഒരേ ഒരു ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. പ്രഭാസിനെ പോലെ, അക്ഷയ് കുമാറിനെ പോലെ, ലാലേട്ടനെ പോലെയുള്ള കാസ്റ്റിനെ വെച്ച് എന്തിന് ഇങ്ങനത്തെ ഒരു പണിക്ക് നിങ്ങൾ ചെയ്യണം? അവരെ വിളിച്ചു വരുത്തി ഊക്കുന്ന പരിപാടിയല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ലാലേട്ടന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഇമാതിരി ഹെവി സെറ്റപ്പിൽ നിൽക്കുന്ന, തുടരും സിനിമയിൽ കത്തി കയറി നിൽക്കുന്ന ലാലേട്ടൻ ഈ ഒരു പടം ചെയ്യുമ്പോൾ ഫാൻസിന്റെ നെഞ്ചിൽ ആളിപ്പിയാണ്, കത്തുകയാണ്. കാരണം ഈ ഒരു സാധനം മോശമായി പോയി കഴിഞ്ഞാൽ ലാലേട്ടന്റെ പേരിൽ പോലല്ല ചിത്രം വരുന്നത്. എന്നാലും ഊക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും, പിന്നീട് കുത്താനും ഒക്കെ ആളുകൾ ഉണ്ടാവും, വലിച്ചു കീറാൻ ആളുകൾ ഉണ്ടാവും. സോ അതൊരു സങ്കടം തന്നെയാണ്. എന്തിന് ലാലേട്ട ഇതിൽ പോയി മുഖം കൊടുത്തു എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഇനി സീരിയസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം പോകുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ എന്താ വെച്ചാൽ ഐഡിയ ആയല്ലോ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട സീനുകൾ അടങ്ങിയിട്ടുള്ള സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നാക്കാൻ വരുന്ന ഒരു സേഫ് സോൺ അവിടെ ഉണ്ട്, അതെല്ലാം സീരിയസ് ആയിട്ട് നഷ്ടപ്പെട്ടെങ്കിൽ അത്ര പ്രാധാന്യം നിങ്ങൾ ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളൂ. വളരെ മോശം. ഇനി ബബ്ബബ എന്ന് പറഞ്ഞ സിനിമ ദിലീപേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാവുന്ന രീതിയിൽ വലിയ റൂമറാണ് വരുന്നത്. ലാലേട്ടൻ പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കും ചെയ്യുന്നുണ്ട്. അതല്ല, ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു സൈക്കോ ത്രില്ലറാണ്. അവർ ചില ആൾക്കാർ ആക്ഷനാണ്, ആക്ഷന്റെ കൂടെ ത്രില്ലർ പ്ലസ് കോമഡി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്റർടൈനർ ആണെന്ന രീതിയിൽ പല രീതിയിൽ കഥകൾ വരെയും എന്തിന് കഥയുടെ 1 ലൈൻ വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവരുടെ ഒഫീഷ്യൽ ടീം പുറത്തുവിട്ടൊരു പോസ്റ്റ് ആണ് പറയാനുള്ളത്. ദ പോയിന്റ് ഓഫ് മോഡേൺ പ്രൊപ്പഗാൻഡ ഈസ് ഓൺലി ടു മിസ്ഇൻഫോം ഓർ പുഷ് അൻ അജണ്ട. ഇറ്റ് ഈസ് ടു എക്സോസ്റ്റ് യുവർ ക്രിട്ടിക്കൽ തിങ്കിങ് ടു അനൈലേറ്റ് ട്രൂത്ത്. പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് ഫേക്ക് ഇൻഫർമേഷൻ ഓർ സിനോപ്സിസ് അബൌട്ട് ബബ്ബ. നമ്മുടെ ഒരു സിമ്പിൾ പടം മേജർ അപ്ഡേറ്റ് ഓൺ ജൂലൈ 4th എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സിമ്പിൾ പടമാണ്. ഇതിൽ നിങ്ങൾ പറയുന്ന പോലെ ഇതിന്റെ സിനോപ്സിസിനെ കുറിച്ചോ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചോ ഒക്കെ ആയിട്ട് വരുന്ന പല റൂമേഴ്സും ഫേക്ക് ന്യൂസും വിശ്വസിക്കാതിരിക്കുക. ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒഫീഷ്യൽ ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. ജൂലൈ 4th ഒരു കിഡ്ലൻ അപ്ഡേറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മേജർ അപ്ഡേറ്റ് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? കമന്റ് ബിലോ.